ആന്തരികമായി ഉണ്ടാകുന്ന രൂപാന്തരമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. ആ പുതിയ സൃഷ്ടിക്കുണ്ടാകുന്ന ഭാവന, അതേ ചിന്ത, വ്യതിയാനങ്ങളാണ് വിശുദ്ധി എന്ന് പറയും. സ്വഭാവത്തിലാണ് ഈ വിശുദ്ധി വെളിപ്പെട്ടു വരേണ്ടത്. ആധികാരികമായ വേദ പഠന പരമ്പരയിലേക്ക് വിഷൻ 20+ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അടിസ്ഥാന വേദ ഉപദേശങ്ങളിലെ അടുത്ത വിഷയം വേർപാട് അഥവാ വിശുദ്ധ ജീവിതം എന്നുള്ളതാണ്. ദൈവവും ദൈവസഭയും വിശുദ്ധിക്കും ലോകത്തോടുള്ള വേർപാടിനും വളരെ വില കൽപ്പിക്കുന്നതായി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. ജീവിത വിശുദ്ധി എന്നത് ചില സമയങ്ങൾ മാത്രം വേർതിരിച്ച് പാലിക്കേണ്ടതോ പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നേർച്ച ആചരിക്കേണ്ടതോ അല്ലെന്നും ജീവിതത്തിൽ ഉടനീളം വിശുദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോടു കൂടെ സഹവസിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി? വിശുദ്ധിക്ക് ദൈവവചനം നൽകുന്ന നിർവചനം എന്താണ്? ദൈവത്തെ പിന്തുടരുന്നവർ ഏതിൽ നിന്നൊക്കെ വേർപെട്ടിരിക്കണം? തിരുവചന അടിസ്ഥാനത്തിൽ ഇനി നമ്മൾ പഠിക്കുകയാണ്. അടൂർ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി സീനിയർ പ്രൊഫസറും പ്രസിദ്ധ സുവിശേഷ പ്രഭാഷകനുമായ ഡോക്ടർ ബി വർഗീസ് വേർപാട് അഥവാ വിശുദ്ധ ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹാർവെസ്റ്റ് മീഡിയ മുഖാന്തരം കർത്താവിൻ്റെ വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് വസ്തുതകളെ വസ്തുക്കളാക്കി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. വിഷൻ 20+ ആഭിമുഖ്യത്തിലാണ് ഈ വേദവചന പഠന പരമ്പര അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അടിസ്ഥാന വേദോപദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദോപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായി വിശദീകരിച്ച് തന്നെ ആ വിഷയം പഠിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ന് ഈ പരമ്പരയിൽ വിശുദ്ധിയും വേർപാടും എന്ന വിഷയമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ അഥവാ വേർപെടുവീൻ എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവീൻ എന്നുള്ളതിന് മൂലപദത്തിൻ്റെ ആശയം വേർപെടുവീൻ എന്ന് പറഞ്ഞു. അതാണ് ക്രിസ്തീയ സഭയുടെ 4ാമത്തെ അടിസ്ഥാന ഉപദേശമെന്ന് പറയുന്നത്. വിശുദ്ധി അഥവാ വേർപാട് എന്ന് പറയും. ഇത് ഒരു പഠനമാകയാൽ അതിലെ ഓരോ വിഷയങ്ങൾ നമ്മൾ വളരെ ശാന്തമായി അടുക്കിന് അതും വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കൊരുമിച്ച് ചേർന്ന് പഠിക്കാം. ഒന്ന്, എന്താണ് ഈ വിശുദ്ധി അഥവാ വേർപാട് എന്ന് പറഞ്ഞാൽ? ഇതിനുപയോഗിച്ചിരിക്കുന്ന മൂലപദം അഥവാ ഗ്രീക്ക് ഭാഷയിൽ, യവനായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള മൂലപദം ഹഗിയാസ്മോസ് എന്ന പദമാണ്. ഹഗിയാസ്മോസ് എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം സെപ്പറേറ്റഡ് അഥവാ വേർതിരിയപ്പെട്ടത്. ഇതിൽ നിന്നാണ് വേർപാട് അഥവാ വിശുദ്ധി എന്ന പദം വന്നിട്ടുള്ളത്. എന്താണ് വേർപാട്? എന്തിൽ നിന്നുള്ള വേർപാടാണ്? നമ്മളത് പഠിക്കും, വിശദീകരിച്ച് പഠിക്കും. എങ്കിലും വേർപാടെന്ന് പറയുന്നത് ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും വേർപെട്ടു വരുന്ന അനുഭവമാണ് വേർപാട്. ലോകത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതുപോലെ പാരമ്പര്യ അനുഷ്ഠാനങ്ങളിൽ നിന്നും വേർപെട്ടു വരുന്ന അനുഭവമാണ് വേർപാട് എന്ന് പറയുന്നത്. വേർപാട് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. ആരാ വിശ്വാസി? യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഖമുദ്രയാണ് വിശുദ്ധി അഥവാ വേർപാട് എന്ന് പറയുന്നത്. അല്പം കൂടെ ഒന്ന് ഇറങ്ങി ചിന്തിച്ചാൽ, ലോക മനുഷ്യരെ പോലെ അല്ലല്ലോ ഒരു ദൈവപൈതൽ എന്ന് പറയുന്നത്. ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപം ചെയ്യുന്നതിനോ പാരമ്പര്യങ്ങളുടെ പിന്നാലെ പിന്തുടരുന്നതിനോ അവർക്ക് പ്രയാസമില്ല. അവർ ലോക മനുഷ്യരാണ്.
അവർ യേശുക്രിസ്തുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, രക്ഷകനായി അംഗീകരിച്ചിട്ടുമില്ല. അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഒരു ദൈവപൈതൽ നിലകൊള്ളുന്നത്. ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നും അതുപോലെ തന്നെ ലോക ചിന്തകളിൽ നിന്നും പാരമ്പര്യ അനുഷ്ഠാനങ്ങളിൽ നിന്നും അത് വേർപെട്ട് വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധി അഥവാ വേർപാടെന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുഖമുദ്രയാണ്. 2 നിലകളിലാണ് വേർപാട് നിലകൊള്ളുന്നത്. 2 നിലകളിൽ. ഒന്ന്, ദൈവത്താൽ വേർതിരിയപ്പെടുന്ന അനുഭവം. ദൈവത്താൽ വേർതിരിയപ്പെടുന്ന അനുഭവം. സങ്കീർത്തനം 4:3 നമ്മൾ പരിശോധിച്ചാൽ, യഹോവ തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. യഹോവ തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ വേർതിരിവെന്ന് പറയുന്നത് ദൈവത്താൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്ന അനുഭവമല്ല, അല്ലെങ്കിൽ ഒരു സംഘടന ചിലരെ അവരുടെ ഉദ്ദേശത്തിനായി വേർതിരിച്ച് നിർത്തുന്ന അനുഭവമല്ല. ദൈവം തൻ്റെ തിരുവിഷ്ടത്തിനായി തൻ്റെ ജനത്തെ വേർതിരിച്ച് നിർത്തുന്നു, തൻ്റെ ഭക്തന്മാരെ വേർതിരിച്ച് നിർത്തുന്ന, അതാണ് ഒന്നാമത്തെ അനുഭവം. 2, ദൈവത്തിനായി വേർതിരിയുക. 1, ദൈവത്താൽ വേർതിരിയപ്പെടുക. 2, ദൈവത്തിനായി വേർതിരിയുക. ദൈവത്തിനായി വേർതിരിയുക എന്ന് പറയുമ്പോൾ ചിലത് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനായി വേർതിരിയുവാൻ കഴിയുകയുള്ളൂ. നിസ്സാരം, നമ്മളൊരു വ്യക്തിയെ അനുഗമിപ്പാൻ താല്പര്യപ്പെട്ടാൽ ചിലത് നമ്മൾ വിടേണ്ടി വരും. ഉദാഹരണം, അബ്രഹാമിനെ സംബന്ധിച്ച് നമുക്കറിയാം. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, ദൈവത്തിനായി വേർതിരിയപ്പെടുമ്പോൾ അവൻ പലതും വിട്ടാണ് ഇറങ്ങി വന്നത്. എന്ത് വിട്ടു? അവൻ്റെ കുലത്തെ അവൻ വിടേണ്ടി വന്നു, പിതൃമഹിമകളെ അവൻ വിടേണ്ടി വന്നു, തൻ്റെ പാരമ്പര്യ അനുഷ്ഠാനങ്ങളെ വിടേണ്ടി വന്നു, തൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ വിളി മാത്രം ലക്ഷ്യമാക്കി അങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുകയായിരുന്നു അബ്രഹാം ചെയ്തത്. ഇതാണ് ദൈവത്തിനായി വേർതിരിയുക. ദൈവത്തിനായി നാം വേർതിരിയുമ്പോൾ പലതും വിടേണ്ടി വരും. പാപ സ്വഭാവങ്ങളെ നമ്മൾ വിട്ടിറങ്ങേണ്ടി വരും. ജഡീയ താല്പര്യങ്ങളെ, ചിന്തകളെ വിട്ട് നാം ഇറങ്ങേണ്ടി വരും. ചില പാരമ്പര്യ അനുഷ്ഠാനങ്ങളെ വിട്ടിറങ്ങേണ്ടി വരും. മുറുകെ പറ്റുന്ന ചില രഹസ്യ പാപങ്ങളും മറ്റുമുണ്ട്. ഇതെല്ലാം വിട്ട് അങ്ങനെ പൂർണ്ണമായി കർത്താവിന് വേണ്ടി വേർതിരിയുന്ന അനുഭവമാണ് വേർപാട് അഥവാ വിശുദ്ധി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതൽ വേർപെടേണ്ടി വരുന്നത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച്, ലോക മനുഷ്യരിൽ നിന്ന് ദൈവജനം വ്യത്യസ്തമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് ലോക മനുഷ്യരെ പോലെ ജീവിതം അനുകരിപ്പാൻ കഴിയുകയില്ല. അവർ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഒരു ദൈവപൈതൽ വേർതിരിയപ്പെടുന്നത് അഥവാ വേർതിരിയേണ്ടി വരുന്നത്? ഒന്നാമത്തെ കാരണം, നമ്മെ വിളിച്ചിറക്കിയ നമ്മുടെ ദൈവം അവൻ ആരാണ്, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ മൂല്യം എന്താണ്? തിരുവചനം വളരെ സ്പഷ്ടമായി, അതും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന, അതും കാതലായ ഒരു ഉപദേശമായ വിഷയമാണ്. എന്ത്? നമ്മുടെ ദൈവം അവൻ വിശുദ്ധനാണ്. നമ്മുടെ ദൈവം വിശുദ്ധൻ. ഗോഡ് ഈസ് ഹോളി. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ധാരാളം വാക്യങ്ങൾ, അത് എനിക്ക് ഉരുവിടുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് തൊട്ട് പറയാം. ലെവിറ്റിക്കസ് അഥവാ ലേവിയ പുസ്തകം 11:44 വാക്യം, 19:2 വാക്യം, 20:26 വാക്യം, 1 പത്രോസ് 1:16 എന്നിത്യാദി വാക്യങ്ങൾ. ഇനി ഇത് മാത്രമല്ല, ധാരാളം വാക്യങ്ങളുണ്ട്. എന്നിത്യാദി വാക്യങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ചാൽ ഇതിലൊക്കെ പൊതുവായി കാണുന്ന വിഷയം ഇതാണ്. യഹോവയായ ദൈവം തന്നെ വളരെ അസന്ധിഗ്ധമായി നടത്തിയിരിക്കുന്ന പരസ്യ പ്രസ്താവനയാണ്, ഞാൻ വിശുദ്ധനാകയാൽ. ഞാൻ വിശുദ്ധനാകയാൽ. അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് എബ്രായ പദമെല്ലാം ഹഗിയോസ് അല്ലെങ്കിൽ ഹോളി. ഐ ആം ഹോളി, ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകയാൽ, ഞാൻ വേർപെട്ടവനാകയാൽ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും വിശുദ്ധരായിരിക്കണം. എന്തുകൊണ്ട് നാം വിശുദ്ധരാകുന്നു? ഒന്നാമത്തെ കാരണം, ദൈവം വിശുദ്ധനാകയാൽ. ദൈവം വിശുദ്ധനാകയാൽ. 2, നാം വിശുദ്ധനാകേണ്ട രണ്ടാമത്തെ കാരണം, അവൻ്റെ നാമം. അവൻ്റെ നാമം. നമ്മുടെ ദൈവത്തിൻ്റെ നാമം എങ്ങനെയുള്ളതാണ്?
അത് പരിശുദ്ധവുമാകുന്നു. അവൻ്റെ നാമം പരിശുദ്ധവുമാകുന്നു. അതത്രയും നമ്മൾ സങ്കീർത്തനം 111:10 വായിക്കുന്നത്, അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഒരു വ്യക്തിയുടെ ആ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് അവൻ്റെ നാമം അഥവാ പേര് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പേരും ആളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നിലവാരത്തിലാണ് വന്നുപെട്ടിരിക്കുന്നത്. പേര് വളരെ മനോഹരമായ നല്ല പേരാ, സുശീലെന്നും ഒക്കെയുള്ള നല്ല പേരാണ്. പക്ഷേ ആളും ആളിൻ്റെ സ്വഭാവവുമായി അത് എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ചിന്താവിഷയമാണ്. പക്ഷെ നമ്മുടെ ദൈവം അതല്ല. ദൈവം വിശുദ്ധനാകൊണ്ട് അവൻ്റെ നാമവും പരിശുദ്ധമാകുന്നു. അവൻ്റെ നാമം പരിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ നാമമാണ് സകലത്തിലും മേലായ നാമം. ഈ നാമമാണ് അത് രക്ഷിക്കുന്ന നാമം. ഈ നാമമാണ് സൗഖ്യമാക്കുന്ന നാമം. ഈ നാമമാണ് ശുദ്ധീകരിക്കുന്ന നാമം. ഈ നാമമാണ് നമ്മെ ഉയർത്തുന്ന നാമം. ഈ നാമത്തെ ആര് ഉയർത്തിയിട്ടുണ്ടോ അവരെയും അവരുടെ തലമുറയെയും ഈ നാമം ഉയർത്തിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കട്ടെ. മൂന്നാമത്തെ വസ്തുത, എന്തുകൊണ്ട് നാം വിശുദ്ധരാകണം? മൂന്നാമത്, അവൻ്റെ പുത്രൻ അഥവാ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവനാരാ? അവൻ വിശുദ്ധന, അവൻ പരിശുദ്ധന. 10,000 അതിസുന്ദരനെന്നാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഉത്തമഗീതത്തിൽ ഈ പ്രിയനെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവൻ അതിപരിശുദ്ധന, കേവലം പരിശുദ്ധനല്ല, അവൻ അതിപരിശുദ്ധൻ, 10,000 അതിസുന്ദരനായവനാണ് നമ്മുടെ കർത്താവ്. അവൻ പരിശുദ്ധനാണ്. ഇനി പരിശുദ്ധാത്മാവിനെ എടുത്തു നോക്കൂ. ആ പേര് കൊണ്ട് തന്നെ നമ്മൾ വിവക്ഷിക്കുന്നത് ഈ ആത്മാവ് പരിശുദ്ധമാണ്, പരിശുദ്ധമായ ആത്മാവാണ്. പരിശുദ്ധമായ ആത്മാവാണെങ്കിൽ അത് അശുദ്ധമായ ഒരു തലത്തിൽ ഒരിക്കലും നിലകൊള്ളുകയില്ല. അശുദ്ധമായ ഒരു വ്യക്തിയിൽ വസിക്കുകയുമില്ല. ഇന്ന് വളരെ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് അവകാശവാദം ഉന്നയിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്, പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള ശുശ്രൂഷയാണ് ഞാൻ ചെയ്തു വരുന്നത്. പക്ഷേ ആളും ആളിൻ്റെ സ്വഭാവവും നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ വരുന്ന ഒരു ചോദ്യം ഇതാ, ഇത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണോ? പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം പരിശുദ്ധാത്മാവായി നമ്മൾ കരുതരുത്. അതെൻ്റെ വിഷയമല്ല എങ്കിലും ഞാൻ തൊട്ടു പറഞ്ഞതേ ഉള്ളൂ. എല്ലാം പരിശുദ്ധാത്മാവായി നമ്മൾ കരുതരുത്. പക്ഷെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടം അത് പരിശുദ്ധമാണ്. പരിശുദ്ധമായ ഒരു തലത്തിൽ ഒരു വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഇനി നമ്മൾ കൈകാര്യം ചെയ്യുന്ന തിരുവചനം, ബൈബിൾ എന്നാണ് പൊതുവെ നമ്മൾ വിളിക്കുന്നതെങ്കിലും അതിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം തിരുവചനം. അതിന് സ്ക്രിപ്ചർ എന്നാണ് പേര്. തിരുവചനം അത് ദൈവത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വചനമാകയാൽ, വിശുദ്ധനായവൻ്റെ വാക്കുകളാകയാൽ ഇത് ദൈവവചനം അഥവാ തിരുവചനം എന്ന് നമ്മൾ പറയുന്നു. ഇനിയും ദൈവത്തിൻ്റെ ആലയം ഒന്നെടുത്ത് നോക്കിയേ. ദൈവവുമായി ബന്ധപ്പെട്ട് എന്ത് വസ്തുതകൾ വന്നിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയം അത് പരിശുദ്ധമാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പ്രകാരം പറയുന്നത്, വിശുദ്ധി നിൻ്റെ ആലയത്തിന് ഉചിതം തന്നെ. ദൈവത്തിൻ്റെ ആലയത്തിന് ഉചിതമായ അതിൻ്റെ മുഖമുദ്രയായ ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധിയാണ്. ആ വിശുദ്ധി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുഖമുദ്രയാണ്. ഇനി പഴയ നിയമം നമ്മൾ പഠിച്ചാൽ സമാഗമന കൂടാരം തന്നെ എടുക്കാം. സമാഗമന കൂടാരം അത് വിശുദ്ധമാണ്. അതിനകത്ത് തന്നെ 3 തട്ടിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 3 തട്ടിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പോകുന്നത്. 1 അതിപരിശുദ്ധ സ്ഥലം, 2 പരിശുദ്ധ സ്ഥലം. ഈ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും എടുത്തു നോക്കിയാൽ ഇവിടെ എല്ലാവർക്കും പ്രവേശനമില്ല. പ്രാകാരത്തിൽ വരുന്നത് പോലെ ഒരു ഇടിയോ തിക്കോ തിരക്കോ ഈ പരിശുദ്ധ സ്ഥലത്തുമില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് തെല്ലുമേയില്ല. അതിപരിശുദ്ധ സ്ഥലം ആകെക്കൂടി മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ദിവസം മാത്രം പ്രവേശിക്കുന്നു എന്നല്ലാതെ പുരോഹിതന്മാർക്ക് പോലും അതിനകത്ത് പ്രവേശിപ്പാൻ അനുവാദമില്ല. പുരോഹിതന്മാർ അവിടെ കൂറിൻ്റെ ക്രമമനുസരിച്ച് പരിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് വേണം ശുശ്രൂഷ ചെയ്യുവാൻ. പ്രാകാരങ്ങളിലോ അവിടെ ആർക്ക് വേണമെങ്കിലും ഒരു പ്രകാരത്തിൽ വന്ന് യാഗം കഴിച്ച് മടങ്ങിപ്പോകാം.
അപ്പം ദൈവത്തിൻ്റെ ആലയത്തിനകത്തെ ക്രമീകരണം പോലും എത്ര പരിശുദ്ധമായിട്ടാണ്, എത്ര വിശുദ്ധമായിട്ടാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ഇനി സമാഗമന കൂടാരം തന്നെ എടുത്താൽ അതിലെ ഓരോ ഉപകരണങ്ങൾ എടുത്തു നോക്കിയേ, എല്ലാം വിശുദ്ധമാണ്. യാഗപീഠം അത് വിശുദ്ധമാണ്. നിലവിളക്ക് അത് വിശുദ്ധമാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശ അത് വിശുദ്ധമാണ്. ഓരോ ഉപകരണവും ആലയത്തിനകത്ത് ദൈവം ക്രമീകരിച്ചിരിക്കുന്ന എല്ലാം വിശുദ്ധമാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാകട്ടെ വസ്തുവാകട്ടെ അതെല്ലാം വിശുദ്ധമാണ്. ഇന്ന് ഈ വിശുദ്ധിയെ തെറ്റിദ്ധരിച്ചാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പം ദേവാലയം വിശുദ്ധമെന്ന് ഇവർ വിവക്ഷിക്കുന്നത് ആലയം മനോഹരമായി പെയിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ആലയം മനോഹരമായി കാണാൻ വളരെ ഇമ്പമായ അല്ലെങ്കിൽ താല്പര്യം തോന്നലിലാണ് അമ്പര ചുംബിയായി നിൽക്കുന്ന മണിമന്ദിരങ്ങളാണ് ഇന്ന് ആലയങ്ങളായി വിവക്ഷിക്കപ്പെടുന്നത്. ഈ ആലയം ആണ്ടുതോറും പെയിന്റ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഈ ആലയത്തിൻ്റെ കെയർ ഓഫിൽ റാലി നടത്താറുണ്ട്. ഇതാണ് ദൈവാലയം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ആലയം ഒരു കെട്ടിടമല്ല. ആലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിവാസമാണ്. ദൈവത്തിൻ്റെ തേജസ് അഥവാ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ കുറെ കൂടി ഈ കാര്യം വ്യക്തമായി നമ്മൾ പഠിക്കുന്നു. കർത്താവിൻ്റെ തിരുസഭ, തിരുസഭ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമെന്നാണ് 2 കൊരിന്ത്യർ 6:16 വായിക്കുന്നത്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളെന്നൊരു പ്രയോഗം അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവമക്കളെക്കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ യു ഒരു കെട്ടിടമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് നിങ്ങൾ, അഥവാ അവിടെ കൂടി വരുന്ന വിശുദ്ധന്മാര്. വിശുദ്ധന്മാര് കൂടി വരുന്ന ഇടത്ത് ദൈവത്തിൻ്റെ തിരുനിവാസം ഇറങ്ങി വരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അങ്ങനെയുള്ള ഒന്നിനാണ് നമ്മൾ ആലയം എന്ന് പറയുന്നത്, അഥവാ സഭയെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ സഭ അത് കെട്ടിടമല്ല, ദൈവത്തിൻ്റെ സഭ അത് ക്ലബ്ബുമല്ല, ദൈവത്തിൻ്റെ സഭ അത് സംഘടനയുമല്ല, ദൈവത്തിൻ്റെ സഭ അത് ദൈവരാജ്യവുമല്ല, ദൈവത്തിൻ്റെ സഭ പഴയ നിയമ ഇസ്രയേലിയ സഭയുടെ പിന്തുടർച്ചയുമല്ല. യൂട്യൂബ് പരിശോധിച്ചാൽ എൻ്റെ ധാരാളം പ്രസംഗങ്ങൾ നിലയിലുള്ളത് ശ്രവിക്കുവാനായി കഴിയും. എൻ്റെ വിഷയവുമായി ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം അത് വിശുദ്ധമാണ്. ഇനി ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ അതും വിശുദ്ധമാണ്. ആലയത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അവരും വിശുദ്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ തൊട്ട് നിൽക്കുന്ന എന്തൊന്നുണ്ടോ, ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയും ആ വ്യക്തി ഇടപെടുന്ന വസ്തുവും ഇതെല്ലാം വിശുദ്ധമാണ്. കാര്യം ദൈവം വിശുദ്ധനായതുകൊണ്ട്. എല്ലാറ്റിലുപരിയായി ദൈവമക്കൾ വിശുദ്ധരാണ്. എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധി പ്രാപിക്കണം, എന്തുകൊണ്ട് നമ്മൾ വേർതിരിയണമെന്ന് ചോദിച്ചാൽ ദൈവമക്കൾ വിശുദ്ധരാണ്. അവിടെ ഐഡന്റിറ്റി എന്താ? വിശുദ്ധി എന്നുള്ളതാണ്. നമുക്കറിയാം, പിതാവിനും മാതാവിനും പിറന്നു വരുന്ന ഒരു പൈതൽ, ആ പൈതലിലുള്ള ഗുണവിശേഷം എന്താ? ആ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഗുണവിശേഷമല്ലാതെ ആ പൈതലിന് മറ്റൊന്നുമില്ല. സ്വഭാവം പോലും ഒന്നുകിൽ പിതാവിൽ നിന്നുള്ളതാ, അല്ലെങ്കിൽ മാതാവിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതാ. അതിൽ നിന്ന് കടന്നു വന്ന സ്വഭാവമാണ് ഈ പൈതലിലുള്ളത്. ഇപ്പൊ സാധാരണ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ബീവറീസ് ആരാ? ബീവറീസ് ബേബി എന്ന് പറയുന്ന ഒരാളുടെ മകനാ. എന്തുകൊണ്ട് ബേബിയുടെ മകനായി മാറി? ബേബി എന്നൊരു പിതാവിൽ ഞാൻ ജനിച്ചു വന്നതുകൊണ്ട് ഞാൻ ബേബിയുടെ മകനായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ എൻ്റെ പിതാവിൻ്റെ സ്വഭാവമാണ് എന്നിലുള്ളത്, എൻ്റെ മാതാവിൻ്റെ സ്വഭാവം കുറെ എന്നിലുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം എന്താ? സ്വർഗീയ പിതാവിൻ്റെ സ്വഭാവം വിശുദ്ധമാണ്, അവൻ വിശുദ്ധനുമാണ്. ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ വിശുദ്ധരായിരിക്കണം. സകലത്തിനും ഇതൊരു ഹെവൻലി ഡിക്ലറേഷനാണ്, ഇതൊരു സ്വർഗീയ പ്രഖ്യാപനോ. കർത്താവ് തന്നെ പറയുന്നുവല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യങ്ങൾ തന്നെ നമുക്ക് മടങ്ങി വരാം. ലേവ്യ പുസ്തകം 11:44 19 2 വാക്യത്തിലും 20 26 വാക്യത്തിലും 1 പത്രോസ് 1:16 പത്രോസ് ലീഗ പോലും പറയുന്നത്
യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ. അവിടെ കൊണ്ട് തീരുന്നില്ല, നിങ്ങളും, ഇറ്റ്സ് എ കമാൻഡ്, ഇതൊരു കൽപ്പനയാണ്, നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു വിശുദ്ധി എന്നാൽ എന്ത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധരാകണം, എന്തുകൊണ്ട് നമ്മൾ വേർപെടണം. ഒന്ന്, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. രണ്ട്, അവൻ്റെ നാമം വിശുദ്ധമാണ്. മൂന്ന്, കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധമാണ്. നാല്, പരിശുദ്ധാത്മാവ് വിശുദ്ധമാണ്. അഞ്ച്, അതുപോലെ ദൈവത്തിൻ്റെ ആലയം, കർത്താവിൻ്റെ തിരുസഭ, ഇതെല്ലാം വിശുദ്ധമാണ്. ആറ്, ദൈവ മക്കൾ അവരും വിശുദ്ധരായിരിക്കണം എന്ന് നമ്മൾ കാണുന്നു. 1 തെസ്സലോനി 5:23 വാക്യത്തിൽ മറ്റുമൊക്കെ നമുക്കത് കാണുവാനായി കഴിയും. എന്ത്? ആമേൻ, സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ ആമേൻ മുഴുവനായി ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ ദൈവമക്കൾ ആരായിരിക്കണം? അത് ശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കണം. ഇത് സോപ്പിട്ട് അതേ കുളിക്കുന്ന കുളിയല്ല ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ആഴമുള്ള ജലാശയത്തിൽ മുങ്ങിത്താണ് കുളിക്കുന്നതുമല്ല ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അല്ല, നല്ല പൗഡർ ഇടുന്നതുമല്ല ശുദ്ധീകരണം. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, കറുത്ത പാനും വെള്ള ഉടുപ്പ് ഇട്ടത് കൊണ്ടൊന്നും വിശുദ്ധനാകുന്നില്ല, അല്ലെ ക്ലീൻ ഷേവ് ചെയ്തത് കൊണ്ടൊന്നും വിശുദ്ധനാകുന്നില്ല. വാസ്തവത്തിൽ പുറമേയുള്ള ഒരു പ്രകടനവുമല്ല വിശുദ്ധൻ അഥവാ വിശുദ്ധി എന്ന് പറയുന്നത്. ആന്തരികമായി ഉണ്ടാകുന്ന രൂപാന്തരമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. ആ പുതിയ സൃഷ്ടിക്കുണ്ടാകുന്ന ഭാവന, അതേ ചിന്ത, വ്യതിയാനങ്ങളാണ് എന്ത്? വിശുദ്ധി എന്ന് പറയും. സ്വഭാവത്തിലാണ് ഈ വിശുദ്ധി വെളിപ്പെട്ടു വരേണ്ടത്, ബാഹ്യ പ്രകടനങ്ങളിലല്ല. ആന്തരികമായി ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനമാണ് എന്ത്? വിശുദ്ധി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരാകുന്നത്? എങ്ങനെയാണ് വേർപെടുന്നത്? ക്രിസ്തീയ മണ്ഡലത്തിൽ ഇതിനെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചിന്ത വ്യത്യാസങ്ങളുമുണ്ട്. ചിലർ കരുതുന്നത് ഒരുവൻ മറ്റൊരുവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക. ഞാനിത് പറയുമ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ സംഘടനയോ വിമർശിച്ച് ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ കരുതുക. എൻ്റെ താല്പര്യം അതല്ല, മറിച്ച് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വിഷയം സ്ഥാപിക്കുക. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ താല്പര്യമെന്ന് പറയുന്നത്. എന്നാൽ ചിലർ എങ്ങനെയോ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു, ചില കാലങ്ങൾ കഴിഞ്ഞു, അവൻ്റെ എല്ലും പല്ലും എല്ലാം മണ്ണിലും ദ്രവിച്ചു മാറി, പിന്നെയും കുറേ കാലം കഴിഞ്ഞ് ആ എല്ലിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ മാംസത്തിൻ്റെ അലിഞ്ഞേറുന്ന ഭാഗത്തിൽ നിന്ന് ഒരംശമോ എടുത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. എന്ത്? ഇന്നയാൾ ഇന്നു മുതൽ വിശുദ്ധനായി, അല്ലെ വിശുദ്ധനായി മാറി. നോക്കണേ, എത്ര അപകടം പിടിച്ച ഒരു ഉപദേശമാണ്. ദൈവനെ എന്താ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? എങ്ങനെയാ ഒരു ദൈവ പൈതൽ വിശുദ്ധനായി മാറുന്നത്? എങ്ങനെയാ ഒരു വ്യക്തി വിശുദ്ധനായി തീരുന്നത്? ഇതൊരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, ഞാൻ പറയട്ടെ, ഞാൻ ബലഹീനായ ഒരു മനുഷ്യനെങ്കിൽ ഞാൻ എങ്ങനെ മറ്റു ബലഹീനായ ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിപ്പാൻ കഴിയുന്നത്? മനുഷ്യരെ പാപികളാണ്, അവരിൽ ബലഹീനതയുണ്ട്, അവരിൽ കുറവുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോകട്ടെ, ഔദ്യോഗികമായ നിലയിൽ പോലും മറ്റൊരാളെ എങ്ങനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുവാനായി കഴിയും? നമ്മെ വിശുദ്ധരാക്കുന്നത് ആരാ? അതാണ് നമ്മൾ ഇനിയും പഠിക്കുവാനായി പോകുന്നത്. ഒന്ന്, ദൈവമാണ് നമ്മളെ വിശുദ്ധരാക്കി തീർക്കുന്നത്. ദൈവമാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:23-24 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5:23-24 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവമോ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നമ്മെ ശുദ്ധീകരിക്കുന്നത് ആര്? സമാധാനത്തിൻ്റെ ദൈവം. ദൈവത്തിന് മാത്രമേ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, പരിശുദ്ധനായ ദൈവത്തിന് മാത്രമേ ഒരുവനെ ശുദ്ധീകരിപ്പാനായി കഴിയുകയുള്ളൂ. പരിശുദ്ധനായ ദൈവത്തിന് മാത്രം. ഒരു മനുഷ്യനോ ഒരു സംഘടനയ്ക്കോ പ്രസ്ഥാനത്തിനോ ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. പ്രത്യുത ദൈവമാണ് ഒരുവനെ വിശുദ്ധനാക്കി തീർക്കുന്നത്. 2, ഒരുവനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്നത്
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എഫേസ്യർ 5:26, എഫേസ്യർ 5:26 നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അവന്, അതാരായി അവന്? കർത്താവായ യേശു ക്രിസ്തു. അവളെ, അതാരാ അവളെ? അത് സഭയാകുന്ന കാന്ത അല്ലെങ്കിൽ സഭയാകുന്ന കന്യകയെ ആമേൻ വചനം എന്ന ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പം യേശു ക്രിസ്തുവാണ് ഒരുവനെ വെടിപ്പാക്കുന്നത്. ദൈവസഭയെ വെടിപ്പോടെ വിശുദ്ധിയോടെ നിർത്തുന്നത് അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനാണ് അതിന് അധികാരമുള്ളത്. അതുകൊണ്ടല്ലേ ലേഖനങ്ങൾ ഏത് നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ആരംഭത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായ കൊരിന്ത്യയിലെ വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ ഗലാത്യ സഭയിലുള്ള വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക്. അപ്പോൾ കൊരിന്ത്യയിലായാലും ഗലാത്യയിലായാലും ആമേൻ എഫേസോസിലായാലും ഇവിടെയുള്ളവർ വിശുദ്ധന്മാരായി തീരുന്നത് ദൈവത്തിൻ്റെ വിളി അവർക്കുണ്ടായി. അതിനേക്കാൾ ഉപരി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർ കഴുകപ്പെട്ടു. അപ്പം യേശു ക്രിസ്തുവിന് മാത്രമേ ഒരുവനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ കഴിയുകയുള്ളൂ. 3, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ വിശുദ്ധീകരിക്കുവാനായി കഴിയും. 2 തെസ്സലോനിക്ക് 2:13 ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും, ആ പ്രയോഗം ശ്രദ്ധിക്കണം, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു. പിതാവായ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു, പുത്രനായ ദൈവം അഥവാ ക്രിസ്തു നമ്മെ വിശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ ത്രിയേക ദൈവത്തിനു മാത്രമേ നമ്മെ വിശുദ്ധീകരിപ്പാൻ കഴിയുകയുള്ളൂ. മറ്റൊരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ നമ്മളെ വിശുദ്ധീകരിപ്പാൻ കഴിയുകയില്ല. ചിലർ കരുതുന്നുണ്ട് ആമേ തീർത്ഥം നടത്തിയാൽ വിശുദ്ധനാകാം, അല്ലെങ്കിൽ സ്നാനത്തിൽ കൂടെ ഒരുവന് വിശുദ്ധനായി മാറാം, അല്ലെങ്കിൽ പുണ്യ കർമ്മങ്ങൾ ചെയ്താൽ ഒരുവന് വിശുദ്ധനായി മാറാം, ദാനധർമ്മങ്ങൾ ചെയ്താൽ ഒരുവന് വിശുദ്ധനായി തീരാം. അങ്ങനെയെങ്കിൽ കൊർന്നല്യോസിനെ വിശുദ്ധനെന്നല്ലേ ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കേണ്ടത്? പക്ഷേ കൊർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധനെന്നല്ല, മറിച്ച് കൊർന്നല്യോസെ എന്നാണ് വിളിച്ചത്. കാര്യം അവൻ കൊർന്നല്യോസ് എന്ന സ്റ്റേജിലായിട്ടേ ഉള്ളൂ. ദൈവഭക്തനാണ്, സർവഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ധാരാളം ധർമ്മം നൽകുന്നവനാണ്, വളരെ പ്രാർത്ഥന കഴിക്കുന്ന ഒരു കൊർന്നല്യോസിനെ കയറി വിശുദ്ധനെന്നല്ല ദൂതൻ വിളിക്കുന്നത്, കൊർന്നല്യോസേ എന്നാണ് വിളിക്കുന്നത്. കാര്യം അവൻ വിശുദ്ധനാകണമെങ്കിൽ പത്രോസിനെ ക്ഷണിച്ചു വരുത്തണം, പത്രോസിൽ കൂടെ ദൈവവചനം കേൾക്കണം, അങ്ങനെ അവൻ രൂപാന്തരം പ്രാപിക്കണം, യേശു ക്രിസ്തുവിനാൽ അവൻ രൂപാന്തരം സംഭവിക്കണം. എങ്കിൽ മാത്രമേ അവൻ വിശുദ്ധനാകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്താൽ അല്ലെങ്കിൽ ത്രിയേക ദൈവത്താൽ നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഒരു മേഖല നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട മേഖലയാണ്. ഏതൊക്കെ സ്ഥാനങ്ങളിൽ നമ്മൾ വേർപാട് പാലിക്കണം, നമ്മൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിശുദ്ധരായി നിലകൊള്ളണം, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ദൈവം എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും അതേ ചോദ്യങ്ങളുമായി എന്നെ സമീപിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററേ അല്ലെ സാറേ, എന്തുകൊണ്ടാണ് ഇന്ന ആളുകൾ ഇന്നതൊക്കെ ചെയ്യുന്നു, അപ്പോൾ തന്നെ അവർ പറയുന്നു അവർ ദൈവമക്കളാ, വിശുദ്ധന്മാരാ, രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ എന്നൊക്കെ പറയുന്നു. പക്ഷേ അവർ കാണിക്കുന്നത് എന്തൊക്കെയാ? കൈക്കൂലി വാങ്ങുന്നവരെ ഞങ്ങൾക്ക് നേരിട്ടറിയാം, മദ്യപിക്കുന്ന ചിലരെ ഞങ്ങൾക്ക് നേരിട്ടറിയാം. അപ്പം ഇവരൊക്കെ ദൈവമക്കളാണോ, ഇവരൊക്കെ സഭയിൽ കൂടി നടക്കുന്നവരല്ലേ എന്നൊക്കെ ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ദൈവമക്കളായി പേരുകൊണ്ട് ദൈവമക്കളായതുകൊണ്ടോ സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ ഒരുവൻ വിശുദ്ധനാകുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, പേരുകൊണ്ട് ദൈവമക്കൾ അല്ലെ ദൈവവൈതൽ നിന്ന് ആയിത്തീർന്നത് കൊണ്ടോ ഒരു സഭയിൽ അംഗത്വം എടുത്തത് കൊണ്ടോ ഒരുവൻ വിശുദ്ധനായി മാറുന്നില്ല. ഒരുവൻ വിശുദ്ധനായി മാറണമെന്നുണ്ടെങ്കിൽ പല മണ്ഡലങ്ങളിൽ ഈ വ്യക്തി വേർപാട് പാലിച്ചിരിക്കണം. കർത്താവിൻ്റെ കൃപയാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ
ദീർഘമായ ഒരു പഠനം നടത്തിയതിൽ നിന്ന് ചില ചിന്തകൾ ഞാൻ വേഗത്തിലൊന്ന് പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കും. ദീർഘമായി ഈ വിഷയം ഞാൻ പഠിക്കുകയും പലയിടങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഓരോന്ന് പോയിന്റ് ബൈ പോയിന്റ് ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാനും എവിടെങ്കിലും ഈ ഒരു ദൂത് ഉപയോഗിപ്പാനും തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് ഞാൻ കരുതട്ടെ. ഒന്ന്, ഒരു വിശ്വാസി വേർപാട് പാലിക്കേണ്ട ഒന്നാമത്തെ മണ്ഡലമെന്ന് പറയുന്നത് അവിശ്വാസത്തിൽ നിന്ന് വേർപാട് പാലിക്കണം. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അവിശ്വാസം. എബ്രായ ലേഖനത്തിൽ 3:12 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ ദോഷമാണ് അവിശ്വാസം എന്ന് പറയുന്നത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അതുള്ള ഒരു വ്യക്തിയെ ദുഷ്ടന് സമമാണ്. ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു പോയത് എവിടെയാണെന്നറിയാമോ? അവരുടെ തങ്ങളുടെ അവിശ്വാസത്താൽ അവർക്ക് ദേശത്ത് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒന്നാമത് വേർപെടേണ്ടത് അവിശ്വാസം. രണ്ടാമത് വേർപെടേണ്ടത് അവിശ്വാസികളിൽ നിന്ന്. ഞാൻ എടുത്തു പറയാം, അവിശ്വാസികളിൽ നിന്ന്. എന്താണ് അവിശ്വാസികൾ? യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവരെ കുറിച്ചാണ് നമ്മൾ അവിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അത് വിശ്വസിക്കാത്ത വ്യക്തിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. കോഗ്നേറ്റീവായിട്ടല്ല ഈ പറയുന്നത്, ബൗദ്ധികമായ നിലയിലല്ല പറയുന്നത്. ദൈവശാസ്ത്രപരമായി അവിശ്വാസി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ ദൈവവചനം അനുസരിക്കാതെ പോകുന്നവർ, അവരാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പം 2 കൊരിന്ത്യർ 6:15 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 6:15 14 മുതൽ പഠിക്കുന്ന നല്ലതാണ്. 14, 15, 16 ഈ വാക്യങ്ങൾ. അതിനകത്ത് 14-ാമത്തെ വാക്യത്തിൽ വരും പൗലോസ് പറയുന്നു, അവിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ല പിണകൂടരുത്. അവിശ്വാസികളുമായി. ഇതെങ്ങനെയോ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അവിശ്വാസികൾ ഇണയില്ല പിണകൂടെന്ന് പറയുമ്പോൾ അയലോക്കക്കാരുമായിട്ട് കാണരുത്, മിണ്ടരുത്, ഉരിയാടരുത്, എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യരുത്. കാര്യം അവർ അവിശ്വാസികളല്ലേ. ഒരു ബസ്സിൽ യാത്ര ചെയ്താലും തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി അവിശ്വാസി ആയതുകൊണ്ട് മുഖത്ത് നോക്കരുത്, സംസാരിക്കരുത്, അവിശ്വാസികളുമായി ഇണയില്ല പിണകൂടരുത് എന്ന് ഈ നിലയിൽ വളരെ നാരോവായി ഇടുങ്ങിയ മനസ്സ് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം നിലയിലാണ് അവിശ്വാസികളുമായി ഇണയില്ല പിണകൂടരുതെന്ന് പറയുന്നത്? 2 കാര്യങ്ങൾ, വിശേഷിച്ച 2 കാര്യങ്ങളിൽ. ഒന്ന് വ്യവഹാരം, 2 വിവാഹം. വ്യവഹാരം എന്ന് പറയുന്ന ബിസിനസ് ഇടപാടുകളിൽ നമ്മൾ അവിശ്വാസികളുമായി ഇണയില്ല പിണ എന്ന് പറഞ്ഞാൽ മിസ്മേറ്റിംഗ്, ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ആവശ്യമില്ലാത്ത ഇടപാടുകളും, പലിശയ്ക്ക് കൊടുക്കുന്നു, പലിശ വാങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് അറിയാമല്ലോ. അപ്പം വ്യവഹാര കാര്യങ്ങൾ അഥവാ ബിസിനസ് കാര്യങ്ങൾ, ഇവിടെയാണ് അബ്രഹാമിനെ നമ്മൾ മതിക്കേണ്ടത്. സൊദോം രാജാവ് സൊദോമിൽ നിന്ന് പിടിച്ചെടുത്തതായ ആ വസ്തുവകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അബ്രഹാമിനെ എതിരേറ്റ് എന്ന് അബ്രഹാമിന് അത് കൊടുക്കുവാനായി തുടങ്ങുമ്പോൾ അബ്രഹാമിൻ്റെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൊദോം രാജാവേ, വേണ്ട, അത് നിന്റെ പക്കലിരിക്കട്ടെ. കാരണം നാളെ ദൈവം എന്നെ ധനികനാക്കിയാൽ നീ മാറി പറയും, നിന്റെ ചെരുപ്പിൻ്റെ വാറുകൊണ്ടല്ലേ, നീ തന്ന സഹായം കൊണ്ടാണ് ഞാൻ ധനികനാകിയത് എന്ന് വരാതിരിപ്പാൻ, അല്ലയോ സൊദോം രാജാവേ, നിന്റെ ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ, അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ബിസിനസ് തലത്തിൽ, ഇടപാട് തലത്തിൽ അവിശ്വാസികളുമായി, സൊദോം രാജാവ് ഒരു അവിശ്വാസിയല്ലേ, ഒരു വിജാതിയനല്ലേ, അവിശ്വാസികളുമായി ഇണയില്ല പിണകൂടരുത്. യെഹോശാഫാത്ത് ആഹാബുമായി കൈ കൊടുത്തതിന് പിന്നത്തേതിൽ പ്രവാചകങ്ങൾ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ചോദിക്കുന്നു, യെഹോശാഫാത്തേ, നിങ്ങളൊരു നല്ല മനുഷ്യനാ, പക്ഷേ നിങ്ങൾ ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? ആരാ ദുഷ്ടനായി മാറിയത്? ആഹാബല്ലേ ദുഷ്ടനായി മാറിയത്. അവന് സഹായം ചെയ്യുന്നത് വിഹിതമോ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുമായി ഈ നിലയിൽ വ്യവസായ കാര്യങ്ങളിൽ, ബിസിനസ് ഇടപാടുകളിൽ നമുക്ക് ഒരിക്കലും ഇണവില്ല പിണകൂടരുത്. അവരുമായി ബിസിനസ് ചെയ്താലും നമുക്ക് ഇച്ചിരി നഷ്ടം നേരിട്ടാലും ഒരിക്കലും അവരുമായി വഴക്കുണ്ടാക്കി പിരിയരുത്. നമ്മുടെ ഇച്ചിരി നഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല, അവരുമായി ഇണയില്ല
ഇല്ലാപ്പണ കൂടെ. രണ്ട്, വിവാഹ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തേച്ച് ഈ കാലഘട്ടത്തിൽ വരുന്ന വാക്കിന് അതേ വിവാഹം കഴിപ്പിച്ച് അങ്ങ് വിടുക. ഇമെയിലിൽ കൂടെ വരുന്ന ഫീമെയില് അങ്ങനെയാണല്ലോ ഇന്നത്തെ വിവാഹം നടക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊന്നും ദൈവവചനം ഇതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ല. ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്, വിവാഹം സംബന്ധിച്ച് വ്യവസ്ഥയുണ്ട്. അബ്രഹാമിനെ എടുത്തു നോക്കൂ. ഇസഹാക്കിനെ വിളിച്ചു നിർത്തി അവൻ്റെ വിവാഹ ഭാര്യയെ ആവശ്യമെന്ന് കണ്ടപ്പോൾ എലയാസറിനോട് പറയുന്നു, നീ പോകണം. നീ എവിടെ പോകണം? എൻ്റെ ചാർച്ചക്കാരുള്ള ഇടത്ത് പത്തനാരാമിൽ തന്നെ ചെന്നിട്ട് അവിടെ രണ്ട് കണ്ടീഷനാ അബ്രഹാം വെക്കുന്നു. ഒന്ന്, അതെ എൻ്റെ മകനൊരു വിവാഹ ഭാര്യ എടുക്കുമ്പോൾ അവൾ കന്യകയായിരിക്കണം. രണ്ട്, എൻ്റെ ചാർച്ചയിൽപ്പെട്ടതിലൊന്നായിരിക്കണം. ചാർച്ചയിൽപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം സംബന്ധിച്ചും നമ്മുടെ ആരാധന രീതി സംബന്ധിച്ചും ആ നിലയിൽ പോകുന്ന അത് ഉൾക്കൊള്ളുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ മകന് വിവാഹ ഭാര്യയായി എടുക്കേണ്ടത്. അത് തന്നെയാണ് ഇസഹാക്കിൻ്റെ കാലം വന്നപ്പോൾ യാക്കോബിനെ സംബന്ധിച്ച് ഇസഹാക്ക് ഇതേ വ്യവസ്ഥ വെക്കുകയാണ്. ഒന്ന്, കന്യകയായിരിക്കണം. രണ്ട്, എൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒന്നായിരിക്കണം. ഇനി യാക്കോബിൻ്റെ കാലം വന്നു. നോക്കണേ, പ്രമാണം വഴിതെറ്റുന്നത് ശ്രദ്ധിക്കണം. യാക്കോബിൻ്റെ കാലം വന്നു, പ്രമാണമെല്ലാം പോയി. പ്രിയമുള്ളവര്, പ്രമാണമെല്ലാം തകിടം മറിഞ്ഞു. യഹൂദയുടെ വഴിക്കിറങ്ങിപ്പോയി. ഒരു വിജാതീയ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു താമാർ. അവിടം കൊണ്ട് സകലതും താറുമാറായി പോകുന്ന രംഗമാണ് നമ്മൾ പിന്നത്തേതിൽ കാണുന്നത്. കർത്താവ് വച്ചിരിക്കുന്ന വ്യവസ്ഥ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ വിട്ട് നാം പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ആ വിവാഹമോ കുടുംബജീവിതമോ ഒരിക്കലും അതേ ശരിയായിരിക്കയില്ല. അപ്പം രണ്ട് കാര്യങ്ങളിൽ അവിശ്വാസികളുമായി ഇണയിലപ്പെട കൂടരുത്. ഒന്ന്, വിവാഹം സംബന്ധിച്ച്. രണ്ട്, വ്യവഹാരം അഥവാ ബിസിനസ് സംബന്ധിച്ച് അതേ ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വസ്തുത, ദുരുപദേശത്തിൽ നിന്ന് നമ്മൾ വേർപെടണം. ഇത് വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ദുരുപദേശം, ധാരാളം ദുരുപദേശങ്ങൾ ഇന്ന് കയറി കൂടിയിട്ടുണ്ട്. ദൈവമക്കളെ തന്നെ സംശയമായ നിലയിൽ ആഴ്ത്തിക്കളയുന്ന ഒത്തിരി ദുരുപദേശങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. അടുത്ത സമയത്ത് യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചാൽ മതി. പിതാവായ ദൈവം അത് വേണ്ട, പരിശുദ്ധാത്മാവ് ദൈവം അത് വേണ്ട, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു മാത്രം യഹോവ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 പ്ലാറ്റ്ഫോമിൽ, സൂം പ്ലാറ്റ്ഫോമിൽ തൃത്വം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ടി വന്നു. കാര്യം എന്താ? ഇവർ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ വിശ്വാസമില്ല, മറിച്ച് യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് ഇവർ വിശ്വസിക്കും. തൃത്വത്തിൽ വിശ്വാസമില്ല. അങ്ങനെ ഒട്ടനവധി ദുരുപദേശങ്ങൾ ഇന്ന് ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടുന്നു. പലരും അതിൽ ആകൃഷ്ടരായി അതേ വീണു പോകുന്നു. കർത്താവിൻ്റെ കാലത്തും അതുപോലെ അപ്പോസ്തലന്മാരുടെ കാലത്തുമൊക്കെ നിലകൊണ്ടിരുന്നതായ പല ദുരുപദേശങ്ങളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ അതേ നിഷേധിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. ഇവരെയാണ് ഡോസറ്റിക് അഥവാ ഡോസറ്റിക്സ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു അവൻ സമ്പൂർണ്ണ ദൈവമല്ല, യേശുക്രിസ്തു അവൻ കേവലം മനുഷ്യനാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇതിന് വിപരീതമായി എബിയോണൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ പറയുന്നു, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, അവൻ ദൈവമല്ല, ദൈവത്തിന് മനുഷ്യത്വം എടുക്കുവാൻ കഴിയുകയില്ല, ജഡാവതാരം ദൈവത്തിന് കഴിയുകയില്ല. ഇവിടെയാണ് 1 യോഹന്നാൻ 4:1 വാക്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. യോഹന്നാൻ അപ്പോസ്തലൻ ചോദിക്കുന്നു, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമെന്ന് വിശ്വസിക്കാത്ത ഒരാത്മാവും അത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവെങ്കിൽ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അതേ വിശ്വസിക്കും, മനുഷ്യനായി തീർന്നു എന്ന് വിശ്വസിക്കും. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ ചോദിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നും ചോദ്യം ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്, ശിശുസ്നാനം പോരെ, ഈ മുഴുകൽ സ്നാനം ആവശ്യമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണം കേട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാമോദീസ എന്നാണ് ഇവർ വീക്ഷിക്കുന്നത്. മാമോദീസ മതിയല്ലോ, പിന്നെന്തിനാ ഒരു മുഴുകൽ സ്നാനം അല്ലെങ്കിൽ അഡൽട്ട് ബാപ്റ്റിസം എന്നാ പറയുന്നത്, പ്രായപൂർത്തിയായ ഒരു സ്നാനം പിന്നെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ ദൈവവചനം എന്താ പറയുന്നത്? ദൈവവചനം മുഴുകൽ സ്നാനത്തിനാണ് പ്രസക്തി കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു 100 വാക്യങ്ങൾ സ്നാനം സംബന്ധിച്ചെടുത്താൽ ആ 100 വാക്യങ്ങളിലും പൊതുവായി കാണുന്ന വിഷയം അതേ മുങ്ങി സ്നാനപ്പെട്ടു, ആഴത്തിൽ ജലാശയത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അപ്പൊ മുഴുകൽ സ്നാനത്തിനാണ് ദൈവവചനം പ്രാധാന്യം കൊടുക്കുന്നത്.
ഇനി ചിലരുണ്ട് പുനരുത്ഥാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്നു, പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നു. വിവാഹം വിലക്കുന്ന ഒരു കൂട്ടരുണ്ട്, ചില ഭക്ഷണങ്ങൾ വിലക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആമേൻ. അതുപോലെ തന്നെ വിവാഹം വിലക്കി അതുപോലെ സന്യാസ ജീവിതം നയിക്കുന്ന കൂട്ടരുണ്ട്. ആമേൻ. എന്തായാലും തിരുവചനം പറയുന്നു, ദുരുപദേശത്തിൻ്റെ കാറ്റിനാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. എബ്രായർ 13:9. ദുരുപദേശത്തിൻ്റെ കാറ്റിനാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. എന്താ പരീശന്മാരുടെ പുളിമാവ്? അതാണ് ദുരുപദേശം, അതാണ് കർമാനുഷ്ഠാനം, അതാണ് പാരമ്പര്യവാദം. ഇങ്ങനെയുള്ള പുളിമാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഹെരോദ്യയുടെ പുളിമാവ് എന്താ? ഹെരോദ്യയുടെ പുളിമാവ് എന്ന് പറയും ലോകമയത്വം, രാഷ്ട്രീയമയത്വം. അതാണ് ആമേൻ ഹെരോദ്യയുടെ പുളിമാവ്. എന്താ സദൂക്യരുടെ പുളിമാവ്? തിരുവചനത്തെക്കാൾ ഉപരി പാരമ്പര്യങ്ങൾ. ഇന്ന് പല കൂട്ടരുണ്ട്, അവർക്ക് ദൈവവചനമല്ല കാര്യം, വചനത്തിലെ ഒരു വാക്യമൊട്ട് ഇവർക്ക് അറിയത്തുമില്ല. കുറച്ച് പഴങ്കഥകൾ മാത്രം ഇവർ പറഞ്ഞു നിൽക്കുമെന്നല്ലാതെ വചനം അതിൽ കവിഞ്ഞ് ആഴമായി ഇവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. അവർക്ക് പാരമ്പര്യങ്ങളാണ്. എന്താണ് പാരമ്പര്യം? നമ്മൾ പിന്നത്തേതിൽ വരുന്നുണ്ട്. പാരമ്പര്യം എന്ന് പറയുന്നത് പിതാക്കന്മാരൊക്കെ അവർ പഠിപ്പിച്ചതും പരിചയിച്ചതുമായ കുറേ കാര്യങ്ങൾ, അതാണ് വേദവാക്യമായി എടുത്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആരംഭകാലത്ത് പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ ഒന്നും തന്നെ അത് നമ്മുടെ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗോസ്പൽ ഓഫ് തോമസ്, സെയിന്റ് തോമസിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു സുവിശേഷം അക്കാലത്തുണ്ടായിരുന്നു. ആ സുവിശേഷത്തെ അതേ തള്ളപ്പെട്ട ഗ്രന്ഥമായിട്ടാണ് കരുതിയത്. അതുപോലെ തന്നെ ആമേൻ ഗോസ്പൽ ഓഫ് പീറ്റർ, അപ്പോസ്തലനായ പത്രോസിന്റെ പേരിൽ അന്ന് സുവിശേഷം ഉണ്ടായിരുന്നു. എപ്പിസ്റ്റൽ ഓഫ് ബർന്നബാസിന്റെ ലേഖനം, ഒരു സഭാപിതാവിന്റെ പേരിൽ അദ്ദേഹം പഠിപ്പിച്ചതും അദ്ദേഹം പ്രചരിപ്പിച്ചതുമായ വിശ്വാസങ്ങൾ അടങ്ങിയ ലേഖനമുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തിരുവചനത്തിൽ അത് അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഓർത്തോണേ, പാരമ്പര്യങ്ങൾ അഥവാ പിതാക്കന്മാരുടെ ഉപദേശങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ദൈവവചനമായി കരുതരുത്, മറിച്ച് തിരുവചനം വേണം നമ്മുടെ ആധാരമായി മാറുവാൻ. ഇനി മറ്റൊരു മണ്ഡലമാണ് നമ്മൾ വേർപാട് പാലിക്കേണ്ട വേറൊരു മണ്ഡലമാണ് ദുർനടപ്പിൽ നിന്ന് നാം വേർപാട് പാലിക്കണം. ദുർനടപ്പെന്ന് പറയുമ്പോൾ പരസംഗം, അതെ, അതിൽ നിന്ന് വേർപാട് പാലിക്കണം. വ്യഭിചാരം, അതിൽ നിന്ന് വേർപാട് പാലിക്കണം. സ്വയഭോഗം, ഇതൊന്നും പാടില്ല. പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ളതും വിവാഹത്തിന് പുറത്തുള്ളതുമായ ബന്ധങ്ങൾ, ഇതെല്ലാം പാപമാണ്. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ദുർനടപ്പിൽ നിന്ന് ഒരു ദൈവ പൈതൽ ഒഴിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധനയിൽ നിന്ന് ഒരു ദൈവ പൈതൽ ആമേൻ ഒഴിഞ്ഞിരിക്കണം. യാതൊരു വിഗ്രഹത്തെ നിങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിക്കരുത്. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ വന്ന വഴിയിൽ അവർ കാളക്കെട്ടി ഉണ്ടാക്കി ആരാധിച്ചതിൻ്റെ ഫലമായി എത്രയോ പേർ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി. എൻ്റെ കർത്താവിന് ഹൃദയവേദന ഉണ്ടാക്കി. ഒന്നായിരുന്നു ജീവനുള്ള ദൈവം ഒരുവനേ ഉള്ളെന്ന് ആമേ കൽപ്പനയായി എഴുതി, തങ്കലിപികളിൽ എഴുതപ്പെട്ട കൽപ്പന അതേ കല്ലിലെഴുതി അതേ മോശയ്ക്ക് വിഭാവനം ചെയ്ത് മോശ ആ കൽപ്പനയുമായി ആമേ സിനായുടെ കൊടുമുടിയിൽ നിന്ന് അതിൻ്റെ അടിവാരത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ കാളക്കുട്ടിയെ കുണുക്ക് പറിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതേ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നു. സ്തോത്രം. എന്ത് സംഭവിച്ചു? എത്രയോ പേര് ആ ഒരു സംഭവത്തോടെ പട്ടുപോകുവാനിടയായി. വിഗ്രഹാരാധന പാടില്ല. പുണ്യവാളന്മാരെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്. ഇതൊക്കെ തിരുവചനത്തിലെ വ്യവസ്ഥകളാകിയാൽ ഇവയിൽ നിന്നെല്ലാം നമ്മൾ വേർപാട് പാലിക്കണം. മറ്റൊന്ന്, ദുർവർത്തമാനം പാടില്ല. വ്യാജവും ഭോഷ്കും നമ്മൾ സംസാരിക്കരുത്. ദുർവർത്തമാനം പറഞ്ഞ് പരത്തരുത്. മോഷണം, ചൂഷണം, ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ല. മോഷണം, ചൂഷണം, ഇതൊന്നും പാടില്ല. ഇതിൽ നിന്നെല്ലാം വേർപാട് പാലിക്കണം. മറ്റൊന്നാണ് കൈക്കൂലി. ഇതെന്ന് പൊതുവെ അറിയപ്പെടുന്നൊരു വിഷയമാണ്. കൈക്കൂലി വാങ്ങുക. പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് ഒരു നന്മയെടുത്ത് അനുഭവിക്കുന്ന അത് മാത്രമേ നമുക്ക് ശാശ്വതമാകുകയുള്ളൂ. കൈക്കൂലി വാങ്ങരുത്. തിരുവചനം അത് വിലക്കുന്നുണ്ട്. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇതൊന്നും അത് ചേർച്ചയല്ലാത്ത ഒന്നും ഒരു ദൈവ പൈതലിന് അതേ പാടില്ല. നമ്മുടെ വാക്ക് വളരെ സൂക്ഷിക്കണം.
വാക്ക് വാളിനേക്കാൾ മൂർച്ചയേറിയ ഒന്നാണ്. നമ്മുടെ വാക്കുകൊണ്ട് നാം പാപം ചെയ്യരുത്. നമ്മുടെ നാവിന് നമ്മൾ കടിഞ്ഞാനിടണം. നമ്മുടെ നാവ് കൊണ്ട് ലംഘനം ചെയ്യുകയില്ല എന്ന് നാം ഉറയ്ക്കണം. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയത് മാത്രമായിരിക്കണം. ഒരു വിശ്വാസി വേർപാട് പാലിക്കേണ്ട മറ്റു മണ്ഡലമാണ് ആഭിചാരം, മന്ത്രവാദം എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്ന പലരുണ്ട്. ദൈവമക്കൾ, ദുഃഖത്തോടെ പറയട്ടെ, ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പലരും വിശ്വസിക്കുന്നു. മന്ത്രവാദം, ആഭിചാരം, അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ആഭിചാരം, മന്ത്രവാദം, അതിൽ ദൈവമക്കൾക്ക് വിശ്വാസം ഉണ്ടാകരുത്. ആമേൻ. നമ്മൾ അതിന് പുറകെ നടക്കുന്നവരല്ല. അതിൽ നിന്ന് വേർപാട് പാലിച്ചിരിക്കണം. അതുപോലെ കൈനോട്ടം, ലക്ഷണം പറയുക, ഇവരുടെ എല്ലാം അന്ത്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. നിത്യ തീപ്പൊയ്കയാണ്, കത്തുന്ന പൊയ്കയാണ്. പോഷ്ക്ക് പറയുന്നവർക്കും ലക്ഷണം നോക്കുന്നവർക്കും കൈ നോക്കുന്നവർക്കും കൈനോട്ടം, ഭാവിയെക്കുറിച്ച് അറിയാൻ എന്തെല്ലാം പരിപാടികളാണ്. കൈ നോക്കുക, ഇതെല്ലാം പാടില്ല. മറ്റൊന്ന് മദ്യപാനം, അതിൽ നിന്നൊരു വിശ്വാസി വേർപാട് പാലിക്കണം. പുകവലി, അതേ മയക്കുമരുന്ന്, ചീട്ടുകളി, ഇതൊന്നും പാടില്ല. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്. ആമേൻ. പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഒരു ചർച്ച പോലെ വയ്ക്കാം. വാക്യങ്ങളുണ്ട്. ഇതിനെല്ലാം വേർപാട് പാലിക്കണം. മറ്റൊന്നാണ് ലോക ആഡംബരങ്ങൾ, അതിൽ നിന്ന് ഒരു ദൈവ പൈതൽ വേർപാട് പാലിക്കണം. ലോക ചിന്ത, ജഡികമായ ചിന്ത, ഇതിൽ നിന്നെല്ലാം വേർപാട് പാലിക്കണം. ജഡിക ചിന്ത അത് ദൈവത്തോട് ശത്രുത്വം. ചിലപ്പോൾ നമ്മളെ തള്ളി മറിച്ചിടുന്ന പ്രേരക ശക്തിയാണ് എന്ത്? ജഡീക ചിന്ത. ദാവീദിനെ പോലും കുഴച്ചു കളഞ്ഞ ഒരു വിഷയമാണ്. വിശുദ്ധനായ ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ആമേൻ. ഒരു റിമോട്ട്, ദൈവം നിയന്ത്രിച്ച റിമോട്ട് പോലെ കൊണ്ടുകിടന്ന ദാവീദ് പോലും ജഡീക ചിന്ത തന്നെ ഓവർ റൂൾ ചെയ്തു. തന്നെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വീണു പോകുവാൻ തക്കോണമിടയായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തെ പ്രസാദിപ്പിക്കുന്ന ഒരുവനിൽ ദൈവപ്രസാദമില്ല, അവൻ പ്രസാദിക്കുന്നില്ല, അവൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ല. അപ്പം ജഡീക ചിന്തകൾ, ജഡീക താല്പര്യങ്ങളിൽ നിന്ന് വേർപെടണം. ഭക്ഷണ കാര്യങ്ങളിൽ പോലും ദൈവമക്കൾക്ക് വേർപാട് കർത്താവ് വെച്ചിട്ടുണ്ട്. എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ ഒക്കുകയില്ല. സ്തോത്രം ചെയ്താൽ ഒന്നും വർജിക്കേണ്ടെന്നാ ദൈവവചനം പറയുന്നെങ്കിലും എല്ലാ ഭക്ഷണവും നമുക്ക് ഭക്ഷിപ്പാൻ കഴിയുകയില്ല. അതിൽ പോലും നമ്മൾ വേർപാട് പാലിക്കണം. നേർച്ച നേരരുത്, നേർച്ച നേരരുത്. ഒരു നേർച്ചയും ഒന്നിനും നേരരുത്. നമുക്ക് നേരാം, നമ്മുടെ ദൈവത്തോട് നേരാം. ഇത്താഗ് അങ്ങനെയാണ് ചെയ്തത്. അവനൊരു നേർച്ച ദൈവത്തോട് നേർന്നു. പക്ഷെ ഒരു കാര്യം, ദൈവത്തോടൊരു നേർച്ച നേർന്നാൽ അത് നിവർത്തിക്കണം. നിവർത്തിക്കാതിരുന്നാൽ അത് പാപമാണ്. എന്നാൽ പുണ്യവാളന്മാർക്കും വിഗ്രഹങ്ങൾക്കുമായുള്ള നേർച്ച അത് പാപമാണ്. നൊയമ്പ്, പെരുന്നാള്, വാവ്, തീർത്ഥാടനം എന്നിത്യാദി കാര്യങ്ങൾ ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ ഒരു ദൈവ പൈതലിന് ചേർന്നതയല്ല. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, ഇവയെല്ലാം ദൈവവചനം ശക്തമായി വിലക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഇതിനെല്ലാം ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇപ്പോൾ നമ്മെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു വിഷയം വിവാഹമോചനം. വിവാഹം കഴിയുന്നു, കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ വീട്ടിൽ 2-3 മാസം താമസിക്കുന്നു. മോൻ വന്ന് പറയുന്നു, മമ്മി പപ്പ എനിക്ക് അവളെ ഇഷ്ടമല്ല. മോള് വന്ന് പറയുന്നു, ഡാഡി മമ്മി എനിക്ക് അവനെ ഇഷ്ടമല്ല. ആമേൻ. വിവാഹമോചനം, വിവാഹമോചനം. പ്രിയമുള്ളവരെ, ദൈവവചനം എന്താ പഠിപ്പിക്കുന്നത്? വിവാഹമോചനം പാടില്ല. വിവാഹമോചനം പാപമാണ്. കാരണം ദൈവത്താൽ യോജിപ്പിച്ച ഒന്നാണ്. അത് മനുഷ്യനാകട്ടെ കുടുംബ കോടതിക്കാട്ടെ വേർതിരിപ്പാൻ പാടില്ല. ദൈവത്താൽ യോജിപ്പിച്ച ഒന്നാകും. മരണത്താലല്ലാതെ ആമേൻ ഒരു വേർതിരിവ് പാടില്ല. വിവാഹമോചനം പാപം. അതുപോലെ ഭ്രൂണഹത്യ, അബോർഷൻ, അതും പാപമാണ്. എന്നിട്ട് ധാരാളം വിഷയങ്ങൾ ഒരു ദൈവ പൈതൽ വേർപാട് പാലിക്കേണ്ട വിഷയങ്ങളായി ഉള്ളതുകൊണ്ട് ഒരു ദൈവ പൈതൽ സകലറ്റിലും വേർപാട് പാലിക്കണം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഒരു ദൈവ പൈതൽ വേർപാട് പാലിച്ചാൽ അതുകൊണ്ടുള്ളതായ ഫലമെന്താ? അതുകൊണ്ടുള്ളതായ ഫലമെന്താ? ദൈവവചനം പഠിപ്പിക്കുന്നു, നാം സകലത്തിലും സമ്പൂർണരായി തീരുന്നു. We become
പെർഫെക്റ്റ് ഇൻ എവരിത്തിങ്. നാം സകലത്തിലും സമ്പൂർണരായി മാറുന്നു. എബ്രായർ 10:14 അതാണ് വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? എബ്രായർ 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ വിശുദ്ധി പാലിക്കുന്നത് കൊണ്ട്, വേർപാട് അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താ അതിൻ്റെ ലക്ഷ്യം? സകലത്തിലും നമ്മൾ പെർഫെക്റ്റായി മാറുന്നു, സൽഗുണപൂർത്തിയുള്ളവരായി നമ്മൾ തീരുകയാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അനുരൂപമാകുകയാണ്. എബ്രായർ 12:14 നാം വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. 1 യോഹന്നാൻ 3:3 അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്നത് പോലെ നാമുമായി തീരും. അവൻ പ്രത്യക്ഷനാകുന്നത് അവൻ തേജസ്സിലാണ്. നമ്മളും എന്തായിത്തീരും? അതേ തേജസ്സിലേക്ക് മാറ്റപ്പെടും. അവൻ പ്രത്യക്ഷനാകുന്നത് പൂർണ്ണ വിശുദ്ധനായിട്ടാണ്. അതേ വിശുദ്ധിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അപ്പോൾ കർത്താവിനോട് നമ്മൾ അനുരൂപപ്പെടണമെങ്കിൽ, കർത്താവിനോട് ചേരണമെങ്കിൽ, അല്ലെങ്കിൽ നിത്യതയിൽ നാം വസിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? വിശുദ്ധി അഥവാ വേർപാട്. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു അവൻ പരമ സുന്ദരനാണ്, അവന് അതിപരിശുദ്ധനാണ്, വെണ്മയും ചുവപ്പുമുള്ളവനാണ്, ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ ആദിശ്രേഷ്ഠനാണ്. ഈ ശ്രേഷ്ഠനായ മണവാളൻ വേളി കഴിക്കാൻ പോകുന്ന കാന്ത അതെങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി. സമ്പൂർണ്ണ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം നമുക്ക് കഴിക്കാം. ഏതെങ്കിലും നിലയിൽ, ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നമ്മൾ തിരുത്തൽ നടത്തുവാനുണ്ടെങ്കിൽ, കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഈ വചന ശുശ്രൂഷ അതിന് പര്യാപ്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം.